ഇവിടെ വരണം എന്നുള്ളൊരു തോന്നി. തങ്ങളുപ്പാനെ കാണണം, കാണിക്കണം എന്നുള്ളത് തോന്നി. അങ്ങനെ ഞങ്ങള് എന്റെ അവൾക്ക് വയ്യാന്ന് കണ്ടപ്പോൾ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതാണ്. വീട്ടിൽ നിന്ന് വന്നപ്പോൾ രാത്രി പറഞ്ഞ് നമുക്ക് നാളെ നേരം വെക്കുമ്പോൾ തങ്ങളുപ്പാന്റെ അടുത്തേക്ക് പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സുബൈക്ക് ഇക്കാരം കഴിഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നൂറെ ഹബീബെ ആറ്റക്കോയ തങ്ങളെ കുറിച്ചും നൂറെ ഹബീബെ മജ്ലിസിനെ കുറിച്ചുമുള്ള ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ലൈവിനിടയിലേക്ക് ഒരു സ്ത്രീ കടന്നു വരുന്ന ശബ്ദവും അദ്ദേഹം ലൈവിൽ നിന്ന് ഇറങ്ങിപ്പോയി അവരോട് സംസാരിക്കുന്നതും അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളാണ്. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്നതിനെ കുറിച്ച് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ നിന്നും കണ്ടെത്തിയ ചില കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. സോഷ്യൽ മീഡിയയില് ഹാമിദ് ആറ്റക്കോയ തങ്ങളെ പറ്റിയിട്ട് ഭയങ്കര വിവാദം നടത്തുന്ന സമയമാണ്. ഭയങ്കര വിവാദം നടന്ന മൂപ്പര് ലൈവിന്റെ ഇടയിലേക്ക് ഒരു സ്ത്രീ കയറി വരുന്നു. എന്നിട്ട് ഞാൻ പോകൂല എന്നൊക്കെ ഷാട്ടിയും പിടിക്കുന്ന ഒരു വോയിസ് ഒക്കെ പുറത്തു വന്നിട്ട് വളരെ വിവാദ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ വോയിസിന്റെ ഉറവിടം ഇത് എങ്ങനെയെന്ന് അന്വേഷിക്കുകയും ഇത് ആരാള് എന്ന് അന്വേഷിച്ച് തെരഞ്ഞ് നിങ്ങളെ കണ്ടുപിടിക്കുകയും ചെയ്യും. അപ്പൊ നിങ്ങളെ പേര് പറഞ്ഞോട് പ്രയാസം ഉണ്ടോ? ഇല്ല. നിങ്ങൾ പേരെന്ന് പറയും. നിങ്ങൾ വോയിസ് ആണോ അതിൽ കേൾക്കുന്നത്? എന്താണെന്ന് സത്യത്തിൽ സംഭവിച്ചത്? സത്യത്തിൽ സംഭവിച്ച എന്താണ്, 2 ദിവസം മുന്നേ ഒരു മാനസികമായിട്ടുള്ള ഒരു അസ്വസ്ഥത വന്നു. അപ്പൊ ഇവിടെ വരണം എന്നുള്ളൊരു തോന്നി. തങ്ങളുപ്പാനെ കാണണം, കാണിക്കണം എന്നുള്ളത് തോന്നി. അങ്ങനെ ഞങ്ങള് അവൾക്ക് വയ്യാന്ന് കണ്ടപ്പോൾ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതാണ്. വീട്ടിൽ നിന്ന് വന്നപ്പോൾ രാത്രി പറഞ്ഞ് നമുക്ക് നാളെ നേരം വെക്കുമ്പോൾ തങ്ങളുപ്പാന്റെ അടുത്തേക്ക് പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സുബൈക്ക് ഇക്കാരം കഴിഞ്ഞതും വണ്ടി വിളിച്ചുകൊണ്ട് ഇവിടെ ഞങ്ങൾ ഒരു 6:30, 6:45, 7 മണിന്റെ ഉള്ളിൽ എത്തിയിരിക്കുന്നത്. ലൈവിലാണ്. അപ്പോൾ ഇവിടെ മുറ്റത്ത് എത്തിയതും അവിടെ എത്തിയതും ഇന്ന ഞാൻ അങ്ങോട്ട് പോവാന്നും പറഞ്ഞാണ്ട് ഓടി എന്റെ കൈ വിട്ടുങ്ങാണ്ട് ഓടി വന്ന് കയറി. അങ്ങനെ വാശി പിടിച്ചിട്ട് ലൈവ് നടത്തുന്ന റൂമിന്റെ അവിടേക്ക് ഓടി ചെന്ന് കയറിയതാണ്. എന്നിട്ട് അവിടെ ചെന്ന വാതിലിൽ ചെന്നിട്ടാണ്ട് അടിച്ചിരുന്നു. തങ്ങൾ പറഞ്ഞു വരുന്നത്. അപ്പോ ഇതില് ഈ യൂട്യൂബിൽ ആഘോഷിക്കുന്ന ആളുകൾ, അതായത് വിമർശകർ, അങ്ങനെ തന്നെ പറയാം, അവര് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. തങ്ങള് ലൈവിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ സ്ത്രീയെ അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അതേപോലെ അവിടെ എന്തൊക്കെയോ വേണ്ടാത്ത അനാശ്വാസ പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറയുന്നത്. അങ്ങനത്തെ യാതൊന്നും നിങ്ങൾ എന്നിട്ട് ഇതിന്റെ പേരിൽ നിങ്ങളോട് ആരെങ്കിലും ഇതിൽ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം, തങ്ങളുടെ വീട്ടിലേക്ക് മജ്ലിസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ടില്ല? ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങളോട് തങ്ങൾ എന്താ ഇറങ്ങി വന്നിട്ടില്ല? ഇതിൽ കണ്ട കാര്യങ്ങൾ നമുക്കറിയുള്ളൂ. തങ്ങൾ ഇറങ്ങി വന്നിട്ട് എന്താ പറഞ്ഞത്? അപ്പൊ പറഞ്ഞു നിങ്ങള് കുട്ടിയാകെ വൈലന്റ് ആയിക്കുന്നു, ടെൻഷൻ കയറിയിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി. ഹോസ്പിറ്റലിലേക്കാണ് പോയത്? അല്ല, വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോയിട്ട് പിന്നെ അവിടുന്ന് അവൾക്ക് പിന്നെ തീരെ വയ്യാണ്ട് അങ്ങനെ ആയപ്പോ ഞങ്ങള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പെരിന്തൽമണ്ണ ആമിന ഹോസ്പിറ്റലില്. രേഖ പിന്നെ അപ്പൊ ഡോക്ടറെ ചികിത്സ ചെയ്തിപ്പോ ആള് നോർമലാണ്. ഇപ്പൊ 4 ദിവസം അഡ്മിറ്റ് ആയി. അപ്പോഴേക്കും നിങ്ങളെ ശബ്ദം, നിങ്ങൾ പറയാൻ പറ്റില്ല, നിങ്ങളുടെ ശബ്ദം ലോകം ഒട്ടാകെ ആഘോഷിക്കുകയാണ് അല്ലേ? എന്തായാലും ഈ ഒരു സത്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഹാമിദ് ആറ്റക്കോയ തങ്ങളെ കുറിച്ച് നിരന്തരം പലതരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കാൻ യൂട്യൂബർമാർ മത്സരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിനിടയിൽ ഒരു സത്യം ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. നൂറെ ഹബീബെ എന്ന പേരിൽ ഒരു ആത്മീയ മജ്ലിസിന് തുടക്കം കുറിക്കുന്നു. അത് വളർന്ന് പന്തലിച്ചപ്പോൾ അതിൽ നിന്നും വരുന്ന വരുമാനം സ്വരൂപിച്ചുകൊണ്ട് 70-ൽ പരം നിർധനരായ നിരാലംബരായ കുട്ടികളുടെ വിവാഹം നടത്തി കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ 17ഓളം വീടുകൾ വെച്ചു കൊടുക്കുന്നു, പല സ്ഥലങ്ങളിൽ കിണറുകൾ എന്ന് വേണ്ട ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന നൂറെ ഹബീബെ ഹാമിദ് ആറ്റക്കോയ തങ്ങൾ തനിക്ക് കിട്ടുന്ന വരുമാനം എത്രയെന്നും അതിൽ എത്ര രൂപ, എത്ര കോടികൾ ബാക്കിയുണ്ടെന്നും പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു പറഞ്ഞു എന്നത് മാത്രം വെച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ചെന്നായക്കൂട്ടങ്ങളെ പോലെ കടന്നാക്രമിക്കുന്ന യൂട്യൂബർമാർ തക്കം പാർത്ത് അദ്ദേഹത്തെ പറഞ്ഞ് നിരന്തരം ഞങ്ങൾ പറയുന്ന കളവുകൾ ജനം വിശ്വസിച്ച് നിങ്ങളെ ഇല്ലായ്മ ചെയ്യും എന്ന ഭീഷണിയിൽ അദ്ദേഹത്തിൽ നിന്നും 7 ലക്ഷം രൂപ വരെ അവർ സ്വന്തമാക്കിയെന്ന് കഴിഞ്ഞ മജ്ലിസിൽ നൂറെ ഹബീബെ തങ്ങൾ തന്നെ വെളിപ്പെടുത്തുകയുണ്ടായി. എവിടെ യൂട്യൂബർമാരെ നിങ്ങൾ? ഇത്രയും വലിയൊരു ആരോപണം നിങ്ങൾക്കെതിരെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ മറുപടി പറയുന്നില്ല? എന്റെ യൂട്യൂബർമാരെ, നിങ്ങൾ അക്കാര്യത്തിൽ പ്രതികരിക്കാതെ അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹം ലൈവ് നടത്തുന്ന സമയത്ത് ഒരാൾ കയറി വന്ന് ശബ്ദിച്ചു,
അല്ലെങ്കിൽ ബഹളം വെച്ചു എന്നത് വലിയ വാർത്തയാക്കുകയും ഇത്രയും നാൾ കഴിഞ്ഞിട്ടും നിങ്ങൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചതിനെതിരെ ഒരു മറുപടി പോലും പറയാൻ നിങ്ങൾക്കെന്താ നാവ് പൊന്താത്തത്? പൊതുസമൂഹം അതുകൂടി ചർച്ച ചെയ്യട്ടെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.